ഹലോ ഫ്രണ്ട്സ്, വെണ്ടയ്ക്ക തോരൻ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് നല്ല സൂപ്പർ കോമ്പിനേഷനായിട്ട് ഒരു സെമി ഗ്രേവി വെണ്ടയ്ക്ക കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്, കഴിച്ച് നോക്ക്. ചപ്പാത്തിക്ക് നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ്. ഒരു പ്രാവശ്യം ഷുവറായിട്ട് ഉണ്ടാക്കണം. ഇതിന് വേണ്ടി ഒരു 4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തിട്ട് നമ്മളൊരു തുണി എടുത്ത് നല്ലപോലെ തൂത്തെടുക്കുക. അതിൻ്റെ ആ വെള്ളം എല്ലാം കളഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ വെണ്ടയ്ക്കാൻ്റെ ഫ്രണ്ടും ബാക്ക് കട്ട് ചെയ്തിട്ട് മിഡിലിൽ ഒരു സ്ലിറ്റ് ഇടണം. സ്ലിറ്റ് ഇടുത്തിയിട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക ഒരു 3 ഭാഗത്തിൽ കട്ടാക്കുക. ഫ്രണ്ട്സ്, നമ്മൾ ഈ സ്ലിറ്റ് ഇടുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ നല്ല കറിൻ്റെ മസാല അതിൻ്റെ ഉള്ളിൽ വരെ പോകും. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് വരും. പിന്നെ നമുക്ക് അതിൽ വല്ല പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഒരു സ്ലിറ്റ് ഇടുന്നത് എന്തായാലും നല്ലതാണ്. അപ്പോൾ എല്ലാം വെണ്ടയ്ക്ക നമ്മൾ 3ആയിട്ട് കണ്ടിച്ച് എടുത്തിട്ടുണ്ട്. ഈ എല്ലാം വെണ്ടയ്ക്ക നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ വെണ്ടയ്ക്ക നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഒരു 3-4 മിനിറ്റ് എടുക്കും വെണ്ടയ്ക്ക നല്ലപോലെ ഫ്രൈ ആയി വരാൻ. വേറെ നമ്മൾ ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ അതിന് ഒരു നൂല് പോലെ ഒരു സാധനം വരുമല്ലോ, ഒരു വെള്ളത്തിൻ്റെ ഒരു നൂല് പോലെ. അപ്പം നല്ലപോലെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ആ നൂലെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇത് ഓപ്പൺ വെച്ച് തന്നെ നമുക്ക് ലിഡ് ക്ലോസ് ചെയ്യേണ്ട, ഓപ്പൺ വെച്ച് തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പതിയെ പതിയെ വെണ്ടയ്ക്കേൻ്റെ കളറൊക്കെ മാറി വരും. ഇപ്പോൾ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. വെണ്ടയ്ക്കേൻ്റെ കളർ നല്ലപോലെ മാറി നല്ലപോലെ വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ലപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ പാകത്തിന് ഒരു ടേസ്റ്റിന് വേണ്ടി വെണ്ടയ്ക്കേൻ്റെ മേലെ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആ വെണ്ടയ്ക്കേൻ്റെ ഉള്ളിൽ തന്നെ മസാലേൻ്റെ ടേസ്റ്റ് വരും. ഇപ്പോൾ നമ്മൾ ഇതിൽ ഇട്ടിരുന്ന ഇടിച്ച മുളക്, നമ്മൾ ചില്ലി ഫ്ലെക്സ് പറയില്ലേ, അത് ഇട്ട് നമ്മൾ മിക്സ് ആക്കുക. നിങ്ങളുടെ കയ്യിൽ ചില്ലി ഫ്ലെക്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ മുളക് പൊടി യൂസ് ചെയ്യുക. ഈ സമയത്ത് ഇങ്ങനെ ചെയ്താൽ ഈ വെണ്ടയ്ക്കേൻ്റെ ഉള്ളിൽ ഒരു നല്ല സ്പൈസി ടേസ്റ്റ് വരും. ഇത് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഈ വെണ്ടയ്ക്ക മൊത്തം മാറ്റിയെടുക്കുക. മാറ്റി ഒരു പ്ലേറ്റിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ പാൻ തന്നെ യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇതിൽ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കൂടി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാം. ആദ്യം ഇതിൽ കുറച്ച് ഒരു 1/2 സ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഇതിൽ കുറച്ച് കറിവേപ്പില ഇടാം. അതിൻ്റെ കൂടെ നമ്മൾ ഇടാൻ പോകുന്ന ഒരു മീഡിയം സൈസ് സവോളയാണ്, നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവോളയാണ്. അത് ഇട്ടിട്ട് മിക്സ് ആക്കാം. ഇനി സവോളയൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്യാം. സവോള നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടും ഇടാൻ പറ്റും. പേസ്റ്റ് വേണമെന്ന് ഇല്ല, എന്ത് അവൈലബിൾ ഉണ്ട് അത് ഇട്ടാൽ മതി. അത് നല്ലപോലെ ഫ്രൈ ആയിക്കഴിഞ്ഞ് മസാല ഇടാം. അതിൽ 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി നല്ലപോലെ ഫ്രൈ ചെയ്യുക. ഒരു 30 സെക്കൻഡ്സ് നമ്മൾ ഒരു സ്ലോ ഫ്ലെയിമിൽ തന്നെ മസാല നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഒരു 1/2 കപ്പ് വെള്ളം ഇടാം. വെള്ളം ഇട്ട് നമ്മുടെ ഈ മസാല നല്ലപോലെ ഫ്രൈ ആവും, സ്മൂത്ത് ആവും. അപ്പോൾ ഈ എണ്ണ വരുന്നവരെ ഈ മസാലേനെ ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് എണ്ണ തെളിയുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിൽ ഒരു തക്കാളി ഇടാൻ പോവുകയാണ്. ഒരു മീഡിയം സൈസ് തക്കാളി ഉണ്ട്, അത് ഇട്ട് പാകത്തിൻ്റെ ഉപ്പും ഇട്ട് പിന്നെ മിക്സ് ആക്കാം. ഉപ്പ് നോക്കി ഇടണം. നമ്മൾ വെണ്ടയ്ക്കാലും ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കി കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് ഇത് മൂടി വെച്ചേക്കുക. നല്ലപോലെ തക്കാളി വെന്ത് വരണം. പിന്നെ മസാല ഓയിൽ വിടുന്നവരെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, നല്ലപോലെ ഓയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇച്ചിരി സ്പൂൺ വെച്ച് ഉടഞ്ഞെടുക്കുക. ഈ തക്കാളിക്ക് ഉടഞ്ഞെടുത്തിട്ട് മസാല നല്ല സ്മൂത്ത് മസാല റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ എലിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് വെണ്ടയ്ക്കയിടാം. നല്ല സോഫ്റ്റായിട്ട് എല്ലാം മിക്സാക്കി കൊടുക്കാം. വെണ്ടയ്ക്ക നല്ലപോലെ മസാലയിൽ കോട്ടാവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇടാനുള്ള ലാസ്റ്റ് ഒരു ഐറ്റമാണ്, അത് ഗരം മസാലയാണ്. ഒരു 1/2 സ്പൂൺ ഗരം മസാല നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. പിന്നെ നല്ലപോലെ മിക്സ് ആക്കാം.
അപ്പം നമ്മുടെ വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ഉണ്ട്. ഒരു പ്രാവശ്യം ഷുവറായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം. പിന്നെ ഈ റെസിപ്പി ഫ്രണ്ട്സിൻ്റെ ഫാമിലീൻ്റെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്.